എന്റെ ഓട്ട ഓടേ നീ എന്നെ ഇനി ഓടിക്കരുത്. സാർ എന്ത് വർത്താനായി പറഞ്ഞേ? സാറിനെ നിർബന്ധിച്ചാണോ എന്നെ ഓടിക്കണേ? വേണ്ട വേണ്ട ഇന്ന് ഞാൻ ഈ ജിമ്മി ഉണ്ടല്ലോ, ഈ ജിമ്മി ജിമ്മിന്ന് പേര് കേട്ടാലേ നാട്ടുകാർ വിറയ്ക്കും അറിയാവുന്ന. ഞങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ പേര് ജിമ്മിന്നാ. പട്ടിയുടെ പേരാണ്. എടാ നീ സ്വർണ്ണവും പണ്ടവും മോട്ടിച്ചിട്ട് നീ ഈ ബാഗ് കൊണ്ട് നിനക്ക് കീഴടങ്ങടാ. ഇല്ല നീ സറണ്ടർ ആയില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കുന്നു. സാറേ ഞാൻ ഒരു ഉപായം പറഞ്ഞു കേട്ടെ, തൊപ്പി തെറിക്കാതിരിക്കാനുള്ളേ. അതെ, നമ്മുടെ തലയിലേക്ക് തൊപ്പി വെച്ചിട്ട് തലയോട്ടി വെച്ച് സ്റ്റാപ്ലർ അടിച്ചാൽ മതി. തൊപ്പി തെറിക്കാൻ. നീ ആ പാടത്തും മരമ്പത്തും കൂടെ ഓടിയിട്ട് ഇപ്പം എന്നെ കൂടി ട്രെയിൻ പാളത്തപ്പോഴും ഓടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ ആശാൻ പറഞ്ഞിട്ടുണ്ട് നേരെയുള്ള പാതക്കട ഓടാൻ. ട്രെയിൻ പാളാണെങ്കിൽ നേരെ കിടക്കുമല്ലേ. നിനക്കൊക്കെ നന്നായിട്ട് ജീവിച്ചു വിടറാ. എത്ര പ്രാവശ്യം ഞാൻ നന്നായിന്നറിയാവോ? ഞാൻ നന്നായി വരുമ്പോ എന്റെ പള്ളിയിലെ അച്ഛൻ എന്നോട് പറഞ്ഞു, നന്നാവുന്നവരെ ദൈവം നേരത്തെ വിളിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തി, വീണ്ടും തുടങ്ങി. നീ എവിടുന്നാ മോഷിച്ചു? സഹകരണ ബാങ്കിൽ നിന്ന്. സഹകരണ ബാങ്കിൽ എത്ര ആൾക്കാരുടെ പാവപ്പെട്ടവരുടെ പൈസ അടക്കണം നിനക്കറിയാവടാ? സാറേ പേര് മാത്രമേ ഉള്ളൂ സഹകരണം എന്ന്. ഒരു സഹകരണം ഞാൻ എത്ര പ്രാവശ്യം ലോണിന് വന്ന് അവർ തന്നില്ല. ലാസ്റ്റ് ബൂട്ട് കുത്തി കളിക്കുവതേ. നീ എനിക്ക് കീഴടങ്ങില്ല സത്യമായിട്ടും. നിനക്ക് എന്നെ അറിയല്ല. ഈ ജിമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാ കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് 3 വർഷം അടുപ്പിച്ച് പതക്കം മേടിച്ചിട്ടുള്ള. ഓ പടക്കം, ചുമ്മാ നുണ പറയല്ല. നീ ഉടലെടാ. എടാ നീ എങ്ങനെയെങ്കിലും നീ ഒന്ന് കീഴടങ്ങടാ. ഞാൻ കീഴടങ്ങുന്ന പരിപാടി ഇല്ല. നീ ധൈര്യം ഇപ്പുറത്തെ ട്രാക്കിലേക്ക് വാ. എന്താ ഇപ്പുറത്തെ ട്രാക്കിലേക്ക് വാ. ട്രാക്കിലേക്ക് നീ അപ്പുറത്തെ ട്രാക്കിലേക്ക് വാ. ഇതെന്നാ ട്രാക്ക് ഗാനമേള? നീ വാടാ. ഞാൻ വരത്തില്ല സാറേ, ഞാൻ വരത്തില്ല. സാർ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ കാണിക്കണേ. കാല് ഈ ട്രാക്കിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. ട്രാക്കിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി ആണോ? ഒയ്യോ രക്ഷപ്പെട്ട്. ഞാൻ ഊരാ. ഞാൻ ഊരാണ്ട് വരുമ്പോ എന്നെ കയറി പിടിക്കാനല്ലേ? നിന്റെ പേരിൽ ഒരു കേസും ഇല്ല. വേണ്ട ഞാൻ കണ്ടിട്ടില്ല. നിന്നെ അറസ്റ്റും ചെയ്യില്ല. പ്ലീസ്. ഇല്ല ഞാൻ ഊരത്തില്ല. സാറേ ഒരു കാര്യം ചെയ്തേ, കാലം തിരിച്ചു നോക്കി. ഇതെന്ന് തിരിയല്ലെന്ന് ജാമായി പോയി. ഇങ്ങോട്ടൊന്ന് തിരിച്ചേ. അങ്ങോട്ടൊന്ന് തിരിച്ചേ. ഇല്ലെന്ന് ഉറപ്പാണോ? ഉറപ്പ്. പ്ലീസ്. നിന്റെ പേരിൽ കേസില്ല. ഇനി ഓടിക്കുകയല്ലോ. നിന്നെ കൈ കിട്ടിയാണല്ല. പിന്നെ കൈ കിട്ടിയ നിന്നെ കൈ കിട്ടട്ടെ. നിന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉണ്ടാക്കും. ഞാൻ എന്റെ ആശാനെ വിളിക്കട്ടെ. ആശാന? ഏതാ? ഞങ്ങൾ 2 പേരല്ലേ ഉണ്ടായിരുന്നേ. എന്റെ മുമ്പിൽ ഒരാൾ ഓടിപ്പോയില്ലേ? അതാണ് നിന്റെ ആശാൻ. ആശാൻ എന്റെ ആശാനതാ. എങ്ങനെയെങ്കിലും ഇത് ഊരിട്ടുണ്ടെങ്കിൽ നിന്നെ എന്റെ കയ്യിൽ കിട്ടും. നിന്നെ ഞാൻ ട്രെയിൻ വന്ന് കേറി ശരിയായിക്കോളും. എന്റെ ദൈവമേ, എന്റെ ആശാൻ എന്ന് പറഞ്ഞ ആരാന്നറിയോ? ലെജൻഡാ. ലെജൻഡ്? അയ്യോ മെനക്കെട്ടാ, നീ എന്നാ ഓട്ടാണോ ഓടിയത്? പിന്നെ പോലീസ് വന്ന ഓടണ്ടേ? വേറെ തമാശ അറിയോ? നീയും പോലീസുകാരുടെ കൂടെ ആ വളവിക്കടെ ഓടി വന്നില്ലേ? അപ്പൊ ഒരാളവിടെ മുള്ളാനായിട്ട് ഇരുന്നല്ലേ? അത് മുള്ളാനിരുന്നല്ല, അഭിനയായിരുന്നു. ഞാനവിടെ ഇരുന്നേ. ആശാനായിരുന്നോ? അതെ. ഞാൻ ആ തോളത്ത് ചവിട്ടിയാ ചാടിയത്. ആണോ? നീ ആ തോളത്ത് ചവിട്ടി ചാടിയപ്പോ എന്റെ തലയിൽ ഏതോ അടിച്ചങ്ങ് കൊണ്ടു. അതിന്റെ ആദ്യത്തിൽ 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാ ഞാൻ പോകുന്നത്, അറിയോ? ആണോ? ഏതായാലും നമ്മൾ ആ മെനക്കെട്ട പോലീസുകാരുടെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. സാധനം വീതം വെക്കാം. രക്ഷപ്പെട്ടെന്നോ? എങ്ങോ നോക്കിയേ. ഓടണ്ട, ഞാൻ അവിടെ ചൂണ്ടാന്തി വിരളെ നിർത്തിയേക്കുവാ. ഒരടി അവിടെ നിന്നാണെങ്കിൽ അടിച്ച് എന്റെ ഇടപാട് ഞാൻ തീർന്നു. പോലീസുകാരുടെ തർക്കുത്തരം കാണിച്ചു തരാടാ. ആശാന് മനസ്സിലായി എന്നാ സംഭവം? കാല് കുടുങ്ങിന്ന് അതിന്റെ ഇടയ്ക്ക്. ഞാനൊന്ന് ഊരട്ടെ കാണിച്ചു തരാൻ. റെയിൽവേ ട്രാക്കിൽ കാല് കുടുങ്ങി. വെറുതെ അല്ല നീ ഇവിടെ കിടന്ന് മേളാക്കിക്കൊണ്ടിരുന്നല്ലേ? ഇപ്പൊ ഒരു വിട്ടുണ്ട്. ഇപ്പൊ ഒരു തമാശ ഉണ്ട്.
വടകരപ്പള്ളി പെരുന്നാളിന് ഗാനമേളക്ക് ഞാൻ ഫ്രണ്ടിൽ കിടന്ന് തുള്ളി എന്ന് പറഞ്ഞു ഇവനൊരു കാട്ടായം കാണിച്ചു. നീ ഒരു സംഭവം കണ്ട ചിരിക്കരുത്. ചിരിച്ച് ചത്തുപോയാൽ ഞാൻ ഉത്തരവാദിയല്ല. കണ്ടോ കേട്ടോ, ഞങ്ങളുടെ ഒരു അനുഷ്ഠാന കലയാണ്. അപ്പൊ കാണിച്ചു തരാം. എന്റെ വല്യച്ഛനെ പോലീസ് സ്റ്റേഷനിലിട്ട് ചവിട്ടിക്കൊന്ന പോലീസുകാരെ, എന്റെ കൊച്ചത്തിനെ ഈർക്കിളി പ്രയോഗത്തിലൂടെ നശിപ്പിച്ച പോലീസുകാരെ, നിങ്ങളുടെയൊക്കെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ ഈ സത്കർമ്മം അങ്ങ് ചെയ്യാൻ പോകണം. ഇതിനടിച്ചാ മതി. എടാ നീ പോലീസിനെ തല്ലില്ലടാ. എന്നാ പറ്റി? ആശാനെ എല്ലാം പറ്റി? രണ്ടു ഉജാലയുടെ അടപ്പ് വിട്ടു പക്ഷേ എന്തിനു? അത് ആകാശം 2 ബൾബ് പൊട്ടിക്കാനായിട്ട്. അതായത് ഒരു സോപ്പും കഷ്ണം കിട്ടിയായിരുന്നെങ്കിൽ നമുക്കിപ്പോ ഒരു ഹെലികോപ്റ്റർ അങ്ങ് വിടായിരുന്നു. ഇതന്നെ ഈ പരസ്പരം ഒന്നും ഇല്ലാത്ത കാര്യം പറഞ്ഞേ. ആശാൻ എന്നാ പറ്റിയത്? ഏതാണ്ട് എന്റെ തല കൊണ്ടോ? കൊള്ളിക്കടാ, ഞാൻ കൊള്ളിക്കും. അറിഞ്ഞതാ. ഇവിടെ പാടാ രണ്ടുപേരും. വരത്തില്ല. നീ സറണ്ടറാടാ. സറണ്ടർ ആവൂല. ഞങ്ങളേ ഇതങ്ങ് വീതം വെക്കട്ടെ. പോലീസുകാരുടെ മുമ്പിൽ നിന്ന് വീതം വെച്ചിട്ടുണ്ട് ആശാൻ. നീ ചമ്മി ബ്ലീച്ച് ആയിട്ട് അവിടെ നിൽക്കുള്ളൂ. നിൽക്കുക. ഞങ്ങളിത് കള്ളന്മാര് അന്തസ്സായിട്ട് സാധനം കാണിച്ചു തരാം. സാധനം എടുത്തേ. ഫോണും ഇല്ലല്ലോ എന്റെ കയ്യില്. ഓക്കെ, ബാങ്ക് കുത്തി തുറന്നു കഴിഞ്ഞപ്പോഴേ ഈ സാമാനം മുഴുവൻ അതിന്റെ അത് മോനെ ചൊറിയണ്ടോ? അപ്പോ മക്കളെ സാമ്പത്തികം അവിടെ നിന്നാ മതി. നിന്റെ പെരയങ്ങൾ തന്നെ പിടിക്കൂട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി ഒരു 10 ഉപ്പ് പോകാനുണ്ട്. ഇതൊരു 4 വരും, ഇതൊരു 1/2 വരും, ഇതൊരു 3/4 വരും. അപ്പൊ മൊത്തം എത്രയായി? 1 ലിറ്റർ ആയിട്ടുണ്ട്. അതെ, ഇത്ര ആശാന, ഇത്ര നിനക്ക്. അതന്നെ ആശാൻ അങ്ങനത്തെ പരിപാടി കാണിക്കണേ. ഞാൻ നിന്റെ ആശാനല്ലേ? അങ്ങനെ പറഞ്ഞു. അങ്ങനെയാന്നേ അങ്ങനെ പറഞ്ഞു. നമുക്കത് ഒന്ന് രക്ഷിക്കടാ. ചെന്നൈക്ക് പോകുന്നുണ്ടോ? ചെന്നൈ മെയിലാ വരുന്നേ. നിങ്ങളെ മോഷണ കേസിൽ ഞാൻ പെടുത്തൂല. പ്ലീസ്, ഞങ്ങൾക്ക് എന്നെ ഒന്ന് രക്ഷിക്കണം. എനിക്ക് 2 ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളടാ. ഒറിജിനൽ ഭാര്യ കോട്ടയത്ത്, പിന്നെ 2ാമത്തെ ഭാര്യ കായംകുളത്ത് സ്റ്റേഷനിൽ അവിടെ ഒരു ഉണ്ടായിരുന്നു. അയ്യോ, 2നും ചെലവ് കൊടുക്കാൻ പറ്റൂലടാ. പ്ലീസ് ഒന്ന് സഹായിക്കട്ടെ. ഒന്ന് ഒരു കാല് പ്ലീസ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചോറെങ്കിലും മേടിച്ചോ. ചോറ് വന്നിട്ട് മരിക്കാമല്ലോ. ഏതായാലും ചാകാൻ പോകുകയല്ലേ. പട്ടിണി കിടന്ന് ചത്തെന്നുള്ള പേര് കിട്ടണില്ലടാ. എന്റെ ദൈവമോ, അയ്യോ ചാകുവേ. അയ്യോ എന്റെ കാല്. അയ്യോ പുള്ളിക്കാരൻ ഇപ്പൊ ചെന്നൈ ചെന്ന് കാണും. അത് പരലോകത്ത് ചെന്ന് കാണും. നമ്മൾ കാണിച്ച ഇത്തിരി ക്രൂരതായി പോയിമോ. അയ്യോ, പോലീസുകാരന്റെ പ്രേതം. പ്രേതല്ല, ഞാൻ ചത്തില്ല. ചത്തില്ലേ? ആ ട്രെയിൻ അപ്പുറത്തെ ട്രാക്ക് വഴി പോയി. എടാ, എനിക്ക് ദൈവാധീനം ഉണ്ടാ. ഇതൊന്ന് ഊരിയെടുത്ത് വരാം. ഊരാനാ അടുത്ത ട്രെയിൻ വന്നുണ്ട്. ആശാനെ 2 പേര് ഇങ്ങ് വരുന്നുണ്ട് കേട്ടോ. വന്നുണ്ട്. മുങ്ങണ്ട. ആ പെണ്ണിന്റെ കഴുത്ത ഒരു ഇന്ന സ്വർണം കിടപ്പുണ്ട്. അപ്പൊ വീതം വെച്ചപ്പോ എനിക്ക് ഇച്ചിരി കുറവായിരുന്നു. ഞാൻ അത് വലിച്ചു പൊട്ടിക്കും. അതിങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈക്വലാകും. ആവൂലോ? അവര് കാണണ്ട, മാറിക്കാം. എല്ലാം കൂടെ ഞാൻ പൊക്കിക്കോളാം. എല്ലാം കൂടെ ഞാൻ നീ നിർത്തി. ഇന്ന് ഞാൻ ഈ റെയിൽവേ ട്രാക്ക് തല വെച്ച് മരിക്കും, ഉറപ്പാ. ചാവട എനിക്കൊന്ന് കാണണ. താനെ കുടുംബം നോക്കൂല, ഒന്നും നോക്കൂല. കിടക്കണം ചാവടം. ചാവും ഞാൻ. എന്താ ചെറിയൊരു തലയിറക്കം സാർ. തലയിറക്കം? റെയിൽവേ പാളത്തിൽ തല വെച്ചാലേ തലയിറക്കം വന്ന ഉടനെ റെയിൽവേ ട്രാക്കിൽ തല വെക്കുവോ? മാറും. അതെങ്ങനെ മാറും? റെയിൽവേ ഇവിടെ മനുഷ്യന്റെ കാല് പോയിട്ട് റെയിൽവേ ട്രാക്കിൽ തല വെച്ച തലയിറക്കം മാറും സാർ. അതെങ്ങനെയാണ് തലയിറക്കം മാറുന്നത്? അതെങ്ങനെയാണെന്നറിയോ? അത് മാറും. റെയിൽവേ ട്രാക്കിൽ തല വെച്ച് കഴിയുമ്പോൾ ട്രെയിൻ വന്ന് തലയെ കൊണ്ടുപോകുള്ളൂ. പിന്നെ തലകർക്കം ഇല്ലല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് മാറ് സാറേ. ഞാൻ കാര്യം പറയാം. ഇങ്ങേര് മരിക്കാൻ വന്നതാ ഇവിടെ കിടന്ന്. ഭരിക്കാൻ ഇവിടെ സർക്കാരുണ്ട്. ഇൻഡിക്കേറ്റീവ് വേണമെന്നില്ല കേട്ടോ. മരിക്കണ കാര്യമല്ല പറഞ്ഞ, മരിക്കണ കാര്യം. ചാകാൻ വന്നാണ് ഇയാള്. ഇവരെന്താ ചാകണത്? ഞാൻ പറഞ്ഞുതരാം. നീ അവരോട് കാര്യം പറഞ്ഞു സാറാണല്ലോ. അപ്പൊ സാർ എന്റെ കാര്യം കൂടെ കേൾക്കണം. വേറൊന്നുമില്ല കേട്ടോ. ഇവര് 3-4 പെണ്ണുങ്ങളും കൂടി രാവിലെ എഴുന്നേറ്റ ലോണെടുപ്പ്. ജോലിയും കൂലിയും ഇല്ലാത്ത ഞാനിതെങ്ങനെ അടയ്ക്കും സാറേ? കേട്ടില്ല, ജോലിയും കൂലിയില്ല, വേലയും കൂലിയില്ല, ഒന്നുമില്ല. കയ്യിലൂടെ 10ന്റെ പൈസയില്ല. പിന്നെ ഞാൻ ഈ അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തോണ്ട്
നീ ഇതെങ്ങനെ അടയ്ക്കും? ആ അത് പറ. അതടക്കം വേറെ വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴി? നിങ്ങളുടെ ഒരു കിഡ്നി വിറ്റാ പോരെ. നിങ്ങളൊരു തല്ലിയല്ലേ? തൊണ്ടി മുതൽ കിട്ടിയാടാ, തൊണ്ടി മുതൽ കിട്ടി. സാറേ ഞാൻ സാറേ ഇല്ല ഇല്ല, അല്ല എന്നെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ട്രെയിൻ വരും, സാറ് ചത്തുപോലെ. ചാർജ് ആകത്തില്ല. ഈ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും ഒരു നിങ്ങളെ രണ്ടിനെ ഞാൻ ചെയ്തിരിക്കും. സാറേ അന്നേരം സാർ അത് ആർക്ക് പ്രയോജനം ഇല്ലാണ്ട് കളയണ്ടല്ലോ. കാലൂരമ്മല്ല ഇപ്പൊ ട്രെയിൻ വരുവാ. സാറേ അധികം വരും സാറേ. അതെ, ഞാൻ ഏതായാലും മരിക്കൂല്ലോടാ. അടുത്ത ട്രെയിൻ വരുമ്പോ എന്തായാലും എല്ലാം ജീവനോടെ കാണും. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടോ, നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം. ആശാനിങ്ങ ഇതൊന്ന് 2 കൈ നീട്ടി സ്വീകരിച്ചു. എനിക്ക് ഒരു വിരോധമില്ല. ഇനി എന്നാ ചെയ്യും? വണ്ടി വരണ്ട. വണ്ടി വന്നിട്ട് നീ അങ്ങനെ രക്ഷിക്കും? അങ്ങനെ രക്ഷിക്കും എങ്ങനെ? എടാ, ഒരു ചോപ്പ് തുണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോപ്പുണ്ടെങ്കിൽ കാണിക്കണ. ട്രെയിൻ നിർത്തണ. ചോപ്പ് തുണിയോ? സാറേ ഒരു കാര്യം ചെയ്യോ, എന്റെ അടിയിലൊരു ചുമല തുണി ഉണ്ട്. എന്റെ മുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. ഓ, ഇതെന്നതാണ് നീ കെട്ടി വെച്ചേക്കണം. ഒരു ട്രെയിൻ നിർത്തിക്ക്. വീശയോ? ആണ്ടേ ട്രെയിൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താനാ പ്രാന്ത. അയ്യോ, ട്രെയിൻ നിന്ന്, ട്രെയിൻ നിന്ന്, രക്ഷപ്പെട്ടു. ട്രെയിൻ നിന്ന്, ട്രെയിൻ നിന്ന്. എടാ ആ കാല് ഊരി, പക്ഷേ ഈ കാല് വെട്ട്. ഈ കാല് ഊരി. ആശാൻ എങ്ങനെ അതിന്റെ അകത്ത് പോയി? അയ്യോ ഈ കാര്യം എന്നെ പിടിച്ചപ്പോ ആ പാളം മാറിയപ്പോ പെട്ടതാടാ. എടാ, ട്രെയിനിൽ രക്ഷിക്കാൻ നോക്കുമ്പോ ട്രെയിൻ പോരൂടാ. നീ ഏതായാലും ഇവിടെ പെട്ട് കിടക്കല്ലേ. നിന്നെ ഞാൻ എന്തായാലും വന്ന് പൊക്കിക്കോളാം. നിന്നെ ഞാൻ തൊണ്ടി മുതലും കൂടെ പിടിച്ചിട്ട് ഞാൻ നിന്നെ കൂടെ ഒന്ന് പിക്ക് ചെയ്തോട്ട് പൊക്കളാ. നിക്കണം അവിടെ. എടാ നിക്കണം അവിടെ. എടാ വണ്ടി പോരും, ആശാനെ രക്ഷിക്കടാ. വണ്ടി പോരും. അയ്യോ നീ അത് തന്നെ കൊണ്ട് തിന്നാനാ പ്ലാനിങ്ങി. നിന്നെ കാലപാമ്പ് കടിച്ച് നിന്റെ പാട്ടിലോറി കയറി നിന്റെ ഇറച്ചി പട്ടി തിന്ന പട്ടി കത്തിച്ചി. ആശാനെ രക്ഷിക്ക്. എന്തിനാ ഇങ്ങനെ പ്രാഗണത്? ഒരു തരം പറ്റില്ല. എന്റെ ചോന്ന തുണിയില്ല, അതാ പുള്ളി കൊണ്ടുപോയി. എവിടെന്നെങ്കിലും തുണി കാണിച്ച് നിർത്തതി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആശാന്റെ വീട്ടിലേക്ക് എല്ലാം എന്നിട്ട് ആശാന്റെ ഒരു കർത്തമുണ്ടല്ലേ അതങ്ങ് കീറാം. എന്തിനാന്ന്? കരിങ്കോടി കെട്ടണ്ടേ? Comedy Master